ശ്രീ രാജീവ് ചന്ദ്രശേഖർജി സൂചിപ്പിച്ചതുപോലെ വികസിത കേരളം ഒരു ദിവാസ്വപ്നമല്ല, അതൊരു ഉട്ടോപ്യൻ ആശയമല്ല. നമ്മളെല്ലാവരും പരിശ്രമിച്ചാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഭാവാത്മകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോൾ മലയാളികൾക്കെല്ലാം നമ്മുടെ കേരളത്തെക്കുറിച്ചും ഒരു സ്വപ്നമുണ്ടായിരുന്നു. കേരളം ഈ അവസ്ഥയിൽ തുടരേണ്ട ഒരു സംസ്ഥാനമല്ല. ഒരു കാലത്ത് വിദ്യാഭ്യാസ രംഗത്തും പൊതുജനാരോഗ്യ മേഖലയിലുമെല്ലാം ലോകത്തിലെ പല വികസിത രാജ്യങ്ങളെക്കാൾ മുൻപന്തിയിലായിരുന്നു നമ്മുടെ സ്ഥാനം. കേരളത്തിന് ലോകത്തിന് മുമ്പിൽ ഒരു വലിയ പ്രതിച്ഛായ ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലത്തെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സർക്കാരുകളുടെ മാറി മാറി വരുന്ന ഭരണം കാരണം ഇന്ന് മലയാളികൾക്ക് ലോകത്തിനു മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ലോകത്തെവിടെ ചെല്ലുമ്പോഴും ഞാനൊരു ഭാരതീയനാണെന്നുള്ള അഭിമാനം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനക്കാർക്കും ഉണ്ട്. പക്ഷേ കേരളീയനാണ് ഞാനെന്ന് പറയാൻ ലോകത്തിനു മുമ്പിൽ ഒരിക്കലും നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നില്ല. എല്ലാ മേഖലകളിലും നാം പുറകോട്ട് പോയിരിക്കുകയാണ്. വലിയ പതനത്തിലേക്കാണ് കേരളം മുന്നോട്ട് പോയിട്ടുള്ളത്. നാം നേടിയെടുത്ത ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ പോലും കേരളത്തിന് ഇപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. നാം കോഴിക്കോട് നിന്ന് സംസാരിക്കുമ്പോൾ കോഴിക്കോടിന് ലോകത്തിന് വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. വ്യവസായ നഗരം, പൈതൃക നഗരം, ചരിത്ര നഗരം, അങ്ങനെയൊക്കെയുള്ള വലിയ പേര് കേരളത്തിനുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ നാളികേര ഉൽപാദന വ്യവസായ നഗരമായിരുന്നു കോഴിക്കോട്. കോഴിക്കോട് പണ്ടികശാല എന്ന് പറഞ്ഞാൽ കേരളത്തിലല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു. ഇന്ന് ആ മേഖലയിൽ സമ്പൂർണമായിട്ട് കോഴിക്കോട് ഇല്ലാതായിരിക്കുന്നു. നാം കല്ലായിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല തടി വ്യവസായത്തിന്റെ കേന്ദ്രമായിരുന്നു കോഴിക്കോട് കല്ലായി. ഏറ്റവും നല്ല ടൈൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച സ്ഥലമായിരുന്നു കേരളം. എത്രയോ വ്യവസായശാലകൾ ലോകത്തിനു മുമ്പിൽ തലയുയർത്തിപ്പിടിച്ച് നിന്നിരുന്നു ഒരു കാലത്ത് കോഴിക്കോട്. എല്ലാം തകർന്ന് തരിപ്പണമായി. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതാണ് സ്ഥിതി. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും 2 ലക്ഷത്തിലധികം രൂപയുടെ കടക്കണിയാണ് ഈ മാറി മാറി ഭരിച്ച സർക്കാരുകൾ സംഭാവനയായിട്ട് നമുക്ക് നൽകിയത്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ വിസ്ഫോടനമുള്ള സ്റ്റേറ്റ് കേരളമാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പലായനം ചെയ്യുന്ന, തൊഴിലിന് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി പലായനം ചെയ്യുന്ന സ്റ്റേറ്റാണ് കേരളം. നമ്മുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള റെഗുലർ കോളേജുകളിൽ പോലും പകുതി കുട്ടികൾ അവിടെ സാധാരണ ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കാൻ തയ്യാറാവുന്നില്ല. ഒരു കാലത്ത് നമ്മുടെ ക്യാമ്പസുകൾ, സർവകലാശാലകൾ ഗവേഷണത്തിനും മറ്റുമായി ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഇവിടെ വന്നിരുന്നു. ഇന്ന് കേരളത്തിലെ ഒരു സർവകലാശാലയിലേക്കും ഒരു കുട്ടി പോലും കഷ്ടകാലത്തിന് പോലും ഗവേഷണത്തിന് വേണ്ടി വരുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖല സമ്പൂർണമായിട്ട് തകരുകയും രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. വ്യവസായങ്ങൾ സമ്പൂർണമായിട്ട് തകർന്നിരിക്കുന്നു. EMS സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള നെല്ലിന്റെ പകുതി, ആഹാരത്തിന്റെ പകുതിയിലധികം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സ്റ്റേറ്റ് ആയിരുന്നു കേരളം. ഇന്ന് കേരളത്തിൽ എന്ത് കൃഷിയാണ് നടക്കുന്നത്? ഒരു കാലത്ത് കേരളത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടത് മറ്റു പല സംസ്ഥാനങ്ങളും അഴിമതിയിൽ മുന്നിൽ നിൽക്കുമ്പോൾ കേരളം അതിന് ഒരു മികച്ച അപമാനമാണ്. ഒരിക്കലും അഴിമതിയുള്ള സ്റ്റേറ്റ് അല്ല. ഇന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അഴിമതിയോട് സലാം പറയുമ്പോൾ കേരളത്തിൽ അഴിമതി സാർവത്രികമാവുകയാണ്, വികേന്ദ്രീകരിക്കപ്പെടുകയാണ്. സുഹൃത്തുക്കളെ, ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധികാര വികേന്ദ്രീകരണം
ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക് അധികാരം കൊടുക്കുന്ന മാതൃകയായിരുന്നു കേരളത്തിലെ 3 ടയർ പഞ്ചായത്ത് സിസ്റ്റം. ഇന്ന് അത് പൂർണ്ണമായിട്ട് തകർത്തിരിക്കുകയാണ്. ജനങ്ങൾ നിരാശരാണ്. അവർക്ക് പ്രതീക്ഷയില്ല കേരളത്തിലെ ഭരണ വ്യവസ്ഥിതിയെ സംബന്ധിച്ച്. അതേസമയം കഴിഞ്ഞ 11 വർഷം കേന്ദ്ര സർക്കാർ കേരളത്തിന് വാരിക്കോരി നൽകി. ഇവിടെ കാണുന്ന റോഡുകളും ഇവിടെ കാണുന്ന വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും പോർട്ടുകളും ഇവിടെ കാണുന്ന കുടിവെള്ളവും വൈദ്യുതിയും ഇവിടെ വിതരണം ചെയ്യുന്ന വീടുകളും, അങ്ങനെ ഏത് കാര്യത്തിൽ നോക്കിയാലും കേരളത്തിനോട് ഒരു അനീതിയും കേന്ദ്ര സർക്കാർ കാണിച്ചില്ല. UPA സർക്കാർ കേരളത്തിന് നൽകിയതിന്റെ 10 ഇരട്ടി നികുതി വിഹിതമായും മറ്റ് വിഹിതമായിട്ടും മോദി സർക്കാർ കേരളത്തിന് നൽകി. 2014 കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ മുമ്പ് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ യാത്ര ചെയ്തവരാണ് നമ്മൾ. ഇന്ന് കേരളം മുഴുവൻ നിങ്ങൾ നോക്കണം. 2014 ശേഷം ഉണ്ടായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ. നിർഭാഗ്യവശാൽ കേന്ദ്രം നൽകുന്ന ഈ നല്ല കാര്യങ്ങളൊന്നും കേരളത്തിലെ പാവപ്പെട്ടവന് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കാൻ ഇവിടുത്തെ സർക്കാരിന് കഴിഞ്ഞില്ല. 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആയുഷ്മാൻ ഭാരത് കേരളത്തിലെ പാവപ്പെട്ടവർക്ക് ലഭിക്കുന്നില്ല. പ്രധാനമന്ത്രി ആവാസ് യോജന വീണ്ടും അപേക്ഷ കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവസരം കിട്ടുന്നില്ല. എല്ലാ സ്റ്റേറ്റിലും അവർക്ക് അതിനുള്ള അവസരമുണ്ട്. PMAY വീണ്ടും അവർക്ക് അതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പിടിപ്പുകൾ കൊണ്ട്. പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും വേണ്ടി കേന്ദ്രം നൽകിയത് ഉൾപ്പെടെയുള്ള 6000 കോടി രൂപ ഭാവനാശൂന്യമായ നടപടികളിലൂടെ കേരളത്തിന് നഷ്ടമായിരിക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാത്തതുകൊണ്ട് പ്രതിവർഷം ചുരുങ്ങിയത് 2000 കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിനുണ്ടാവുന്നത്. കണക്കുകൾ എണ്ണിയാൽ ഒടുങ്ങില്ല. വയനാട് പ്രകൃതി ദുരന്തത്തിന് ശേഷം ഒരു 6 മാസം കേന്ദ്രം കൈയേറ്റ് സഹായിക്കാൻ തീരുമാനിച്ചിട്ടും ഒരു നടപടിയും മുന്നോട്ട് പോയിട്ടില്ല. നിശ്ചലമായ സർക്കാരാണ് കേരളത്തിലുള്ളത്. അഴിമതിക്കാരുടെ സർക്കാരാണ് കേരളത്തിലുള്ളത്. വികസനത്തെ കുറിച്ച് ഭാവനയില്ലാത്ത മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് ഇവിടെ ഉള്ളത്. കേന്ദ്ര ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ് കേരളം. അപായകരമായ ഒരു നിലയിലേക്കാണ് കേരളം പോകുന്നത്. ഇപ്പോൾ നാം കാശ്മീരിലെ ഭീകരവാദത്തിന്റെ വാർത്തകളെല്ലാം നിത്യേന വായിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധസമാനമായ സാഹചര്യമാണ്. മലയാളികൾ എന്നുള്ള നിലയിൽ നാം അങ്ങേയറ്റം ഭീതിയോടെയാണ് കഴിയുന്നത്. ഈ ഭീകരവാദത്തിന്റെ എല്ലാം വേരുകൾ അവസാനം ചെന്ന് നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. തഹാവൂർ റാണയെ, മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതിയെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് ഇവിടെ NIA ചോദ്യം ചെയ്യുമ്പോൾ ആദ്യം അവർക്ക് തെളിവെടുപ്പിന് വരേണ്ടി വരുന്നത് കേരളത്തിലേക്കാണ്. ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ഭീകരവാദ ആക്രമണങ്ങളുടെയും ഗൂഢാലോചന നടത്തിയവരുടെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കാൻ ആദ്യം കേരളത്തിലേക്കാണ് ഏജൻസികൾക്ക് വരേണ്ടി വരുന്നത്. ഇന്ത്യയിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബ്രദർഹുഡിന്റെ സ്ഥാപകന് കേരളത്തിൽ സ്വീകരണം ലഭിക്കപ്പെടുന്നു? ഹമാസിന്റെ തലവന് പരവതാനി വലിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ കേരളം മാത്രമാണ്. എല്ലാ മതഭീകരവാദ ശക്തികളും കേരളത്തിൽ തഴച്ചു വളരുകയാണ്. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷവും അവർക്കിവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയ പ്രീണന രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന, വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു. ഇന്ത്യ വിരുദ്ധരുടെയും ദേശദ്രോഹികളുടെയും അർബൻ നക്സലുകളുടെയും വിളനിലമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. അവർക്കെല്ലാം വളരാനുള്ള പൊളിറ്റിക്കൽ ഇക്കോസിസ്റ്റം കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വികസിത കേരളത്തിന് വലിയ ഉത്തരവാദിത്തം, ആ കാര്യത്തിലേക്ക് പോകാൻ വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ ചുമലിലേറ്റിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെല്ലാം പരിഹാരം കാണാൻ ഇത്രയും കാലം LDF അല്ലെങ്കിൽ UDF ഇതായിരുന്നു കേരളത്തിന്റെ രാഷ്ട്രീയം. LDFന് പകരം വെക്കാൻ UDFനെ കൊണ്ട് കഴിയില്ല. അവരും ഈ നിലപാടുകളിലെല്ലാം സമാനമായ അഭിപ്രായക്കാരാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം ഈ ഭാവാത്മകമായ കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് പ്രവർത്തിക്കുന്നത്. കോഴിക്കോടിന് വലിയ പ്രത്യേകതകളുണ്ട്. ഈ മണ്ണിലാണ്
ദേശീയ പ്രസ്ഥാനങ്ങളുടെ വിത്ത് പാകപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ചില ആളുകൾ ഭാഷയെക്കുറിച്ചൊക്കെ ഇവിടെ വലിയ ചർച്ചകൾ നടക്കുന്നത് കേട്ടു, പ്രതിപക്ഷ നേതാവും മറ്റും. അവർക്കറിയില്ല, കേരളത്തിൽ ഈ കോഴിക്കോടിന്റെ മണ്ണിൽ, സാമൂതിരിയുടെ മണ്ണിൽ, നാഗ്പൂരിൽ നിന്നൊരാൾ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് 1942 ഇതിന്റെ വിത്ത് പാകിയതാണ്. ആ വിത്താണ് പടർന്ന് പന്തലിച്ച് കേരളത്തിലെ ഒരു വലിയ മഹാവൃക്ഷമായിട്ട് മാറിയിരിക്കുന്നത്. അല്ലാതെ ഇത് ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ചു പൊങ്ങിയ ഒരു തകരയല്ല. എത്രയോ വർഷത്തെ കഠിനാധ്വാനത്തിന്റെ, സഹനങ്ങളുടെ, ബലിദാനങ്ങളുടെ, പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് നാം ഈ സ്ഥിതിയിലെത്തിയിരിക്കുന്നത്. വലിയ ഉത്തരവാദിത്തമാണ് ഇത് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. 6 മാസം കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനൊരു 5 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ്. നമ്മുടെ പുതിയ നേതൃത്വത്തിന്, ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള പുതിയ നേതൃത്വത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് അത് നിൽക്കുന്നു. അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു എന്താണ് അതിനുള്ള പരിഹാരം എന്നുള്ളതിനെ സംബന്ധിച്ച്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എല്ലാമുള്ള നമ്മുടെ പ്രകടനത്തെ വിലയിരുത്തിക്കൊണ്ടുള്ള വിശാലമായിട്ടുള്ള ഒരു റോഡ് മാപ്പ്, നമ്മുടെ ജനകീയ അടിത്തറയെ ആസ്പദമാക്കിയിട്ടുള്ള വിശാലമായ ഒരു റോഡ് മാപ്പ് തയ്യാറാക്കി നാം മുമ്പോട്ട് പോവുകയാണ്. അതിനുള്ള മുന്നണി പോരാളികളായി അടുത്ത 1 വർഷം പൂർണ്ണമായിട്ടും ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് എല്ലാ മനസ്സും, എല്ലാ കൈകളും, എല്ലാ ശരീരവും ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പുതിയ അധ്യക്ഷന്റെ സ്വപ്നം ഒരു പകൽക്കിനാവായിരിക്കില്ല, ഒരു യാഥാർത്ഥ്യമായി മാറും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പി. രഘുനാഥ്, അഡ്വക്കേറ്റ് എസ്. സുരേഷ്, എൻ. പി. രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് വി. കെ. സജീവൻ, ശ്രീ മോഹൻദാസ് ജി, ബഹുമാന്യനായിട്ടുള്ള കെ. പി. ശ്രീശൻ മാസ്റ്റർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, വികസിത കേരള കൺവെൻഷൻ 6 ദിവസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ ആരംഭിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യൽ വിധേയമായിക്കൊണ്ട് ഇന്ന് കോഴിക്കോട്ട് ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളം രൂപീകരിച്ച് 70 വർഷം പൂർത്തിയാകുമ്പോഴും അവഗണനയുടെയും വഞ്ചനയുടെയും രാഷ്ട്രീയ കഥകൾ മാത്രം കേട്ടിരുന്ന ഒരു സംസ്ഥാനത്ത് ഈ പൊതുസമൂഹം യുവാക്കളെന്നോ വനിതകളെന്നോ വയോവൃദ്ധരെന്നോ വ്യത്യാസമില്ലാതെ ഇന്ന് ഏറെ ആഗ്രഹിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് വികസിത കേരളം എന്നുള്ളത്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കഴിഞ്ഞ 11 വർഷക്കാലമായി ഈ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലുമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് വികസനം എന്നുള്ള ഒരേ ഒരു മന്ത്രമായിരിക്കുമ്പോഴും നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് നിർഭാഗ്യവശാൽ വിവാദങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെയാണ് മാറാത്തത് ഇനി മാറും എന്ന അടിയുറച്ച മുദ്രാവാക്യം. ആ മുദ്രാവാക്യം കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ, കേരളത്തിലെ അവസാനത്തെ വീടുകളിലും ആ മുദ്രാവാക്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഏറ്റെടുക്കുക മാത്രമല്ല അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി ഇത്തരത്തിലുള്ള വികസിത കേരള കൺവെൻഷൻ നടക്കുന്നത്. തീർച്ചയായും കോഴിക്കോട്ടിന്റെ മണ്ണിൽ വികസിത കോഴിക്കോട്, ആ വികസിത കോഴിക്കോടിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നിങ്ങൾക്കൊപ്പം BJP, കോഴിക്കോട്ടെ BJPയുടെ പ്രവർത്തകർ ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. തീർച്ചയായും ഈ മുദ്രാവാക്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിശബ്ദമായി കിടക്കുന്ന മുദ്രാവാക്യം തന്നെയാണ്. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ വികസിത കേരളം, വികസിത കോഴിക്കോട് എന്നുള്ള മുദ്രാവാക്യം ഇന്നും ഈ മണ്ണിൽ നിശബ്ദമായി കിടക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം, കേരളത്തിൽ 70 കൊല്ലക്കാലമായി മാറി മാറി ഭരിച്ചവർ, ആ ഭരിച്ചവർ ഒരുപാട് ഞാൻ സൂചിപ്പിച്ചതുപോലെ അവഗണന സമ്മാനിക്കുമ്പോൾ ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിവർന്നു നിന്നുകൊണ്ട് ഓരോ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കും പറയാം, 11 കൊല്ലം വികസനത്തിന്റെ രാജകീയ വിപ്ലവം ഈ സംസ്ഥാനത്തെ ഓരോ വീടുകളിലും നമുക്ക് എത്തിച്ചിട്ടുണ്ട്, കോഴിക്കോടും എത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ.
ഈ കേരളം രൂപീകരിച്ചത് മുതൽ ഇങ്ങോട്ട് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഈ കോഴിക്കോട് ജില്ലയിൽ 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് 2,70,000 വീടുകളിൽ കുടിവെള്ളം എത്തിച്ചിട്ടുണ്ടോ? ഇത് പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ രാജീവ് ഇവിടെ അവതരിപ്പിക്കും, എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഈ കോഴിക്കോട് സിറ്റിയിൽ നമ്മുടെ കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് ഇന്ന് നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹം ഇപ്പോൾ അടിവരയിട്ടത് പറയും. വിമാനത്താവളം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയതായാലും, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏറ്റവും വലിയ വികസനം നടപ്പിലാക്കിയതായാലും, 6 വരി പാതയായാലും, കൊച്ചു കുട്ടികളുടെ അവരുടെ കളിക്കാൻ ആവശ്യമായിട്ടുള്ള പാർക്കിന്റെ നവീകരണം വരെ ഞാൻ ഈ പറഞ്ഞ നിശബ്ദമായ വികസിത ഭാരതത്തിന്റെ മുദ്രാവാക്യത്തിൽ ഉൾപ്പെട്ടതാണ്. ഈ രാജ്യത്ത് 80 കോടി സാധാരണക്കാരന് സൗജന്യ റേഷൻ കൊടുക്കുമ്പോൾ നാം കേരളത്തിൽ അത് അവകാശപ്പെട്ടത് 1.52 കോടിയായിരുന്നെങ്കിൽ ഈ കോഴിക്കോട്ടിന്റെ മണ്ണിൽ നമുക്കത് ഉറപ്പിച്ചു പറയാം 13,75,000 പേർക്ക് സൗജന്യമായി കഴിഞ്ഞ 5 കൊല്ലം ഭക്ഷ്യധാന്യം കൊടുക്കുന്നതുൾപ്പെടെ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന കിസാൻ സമ്മാൻ നിധി ഈ രാജ്യത്ത് 11 കോടി പേർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തത് 37 ലക്ഷം പേർക്ക് കൊടുക്കുമ്പോൾ ഈ ജില്ലയിൽ അത് 2,19,000 പേരാണ്. ഞാൻ ഒരുപാട് പറയുന്നില്ല. 4.5 ലക്ഷം പേർക്ക് 4 ചുവരുകൾക്കുള്ളിൽ ബാങ്കിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് സീറോ ബാലൻസ് അക്കൗണ്ടിലൂടെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള മണ്ണ്. ഇങ്ങനെ ഒരുപാട് വികസനങ്ങൾ, അതൊക്കെ തന്നെ നമ്മുടെ വരും ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതാണ്. ഞാൻ സൂചിപ്പിച്ചത് ആ വികസിത ഭാരതം എന്നുള്ള കാഴ്ചപ്പാട് ഇന്ന് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ അവസാനത്തെ വീടുകളിലും എത്തിക്കാൻ ദൃഢപ്രതിജ്ഞ ചെയ്ത് വന്നിട്ടുള്ളവരാണ്. അതാണ് ഈ മുദ്രാവാക്യം. ഇനി മാറാത്തതെല്ലാം മാറും. അങ്ങനെ 70 കൊല്ലം ഈ നാട് വിവാദങ്ങളിലൂടെ, പ്രീണന രാഷ്ട്രീയത്തിലൂടെ, ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിന്ന് ഈ രാജ്യത്തിനെതിരായി നിലപാട് സ്വീകരിച്ചവരെ അവരെല്ലാം തുറന്നു കാണിച്ചുകൊണ്ട് ഒരേ ഒരു മന്ത്രം, അത് കേരളത്തിന്റെ മണ്ണിൽ, അത് കോഴിക്കോടിന്റെ മണ്ണിൽ വികസിത കേരളമാണെന്ന് അത്യുച്ചത്തിൽ പറയാൻ വേണ്ടി ഒത്തുകൂടിയിട്ടുള്ള ഈ സദസ്സിൽ നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ അതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ ഭാഷണം ഇവിടെ നിർത്തുന്നു. വന്ദേ മാതരം. വികസിത കേരള നായകൻ എന്ന ലക്ഷ്യം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമായി കണ്ട് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ അതേ സമയത്ത് ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്തുകൊണ്ട് നമുക്ക് ഇത് കേരളത്തിൽ കാണാൻ കഴിയില്ല? അതൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഈ LDFും കോൺഗ്രസും ഭരിച്ച 75-76 കൊല്ലായ ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാർ വരുന്നു, പിന്നെ മറ്റേ സർക്കാർ വരുന്നു. പിന്നെ എന്താണ് ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ കേരള നാട്ടിൽ അത് കാണാൻ നമുക്കൊന്നും കഴിയുന്നില്ല. അപ്പോൾ ഈ വികസിത കേരളം, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം ഒരു മുദ്രാവാക്യം മാത്രമല്ല, ഇത് ഒരു ഡെസ്റ്റിനേഷൻ, ഒരു ദൗത്യമാണ്, ഒരു ലക്ഷ്യമാണ്. അതിനെക്കുറിച്ച് ഞാനൊരു 3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ കാര്യം വികസനം. എന്നോട് ഇന്ന് രാവിലെ ഒരു മാധ്യമക്കാരൻ ചോദിച്ചു, ഈ വികസനം എന്ന് പറഞ്ഞൊരു പുതിയ കോൺസെപ്റ്റ് ഒന്നല്ലല്ലോ, എത്രയോ നേതാവുമാരിങ്ങനെ വന്നിട്ട് വികസനം വികസനം എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങളും പറയുന്നു. അപ്പോ എന്താണ് വ്യത്യാസം? അപ്പൊ ഞാൻ ഷോർട്ടില് അദ്ദേഹത്തിന് പറഞ്ഞു, ഞങ്ങൾ പറയുമ്പോൾ ഒരു വാഗ്ദാനമാണ്, പക്ഷേ നിങ്ങൾ വാഗ്ദാനം പാലിക്കുന്ന ഒരു പാർട്ടിയാണ്. മറ്റൊരു പറഞ്ഞത് വാഗ്ദാനം കൊടുത്ത് ജനങ്ങളെ വഞ്ചിക്കുന്ന പാർട്ടികളാണ്. അതാണ് വ്യത്യാസം. വികസനം എന്ന് പറഞ്ഞത് ഒരു ചെറിയൊരു വാക്കാണ്, എല്ലാവർക്കും ഉപയോഗിക്കാം, എല്ലാവർക്കും ഇലക്ഷന്റെ സമയത്ത് മുമ്പോട്ട് വയ്ക്കാം, വാഗ്ദാനങ്ങൾ കൊടുക്കാം. BJP NDAയും കോൺഗ്രസ് LDFും എന്താണ് ഈ വികസനത്തിന്റെ കോണ്ടെക്സ്റ്റ് വ്യത്യാസം?
അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് ജനങ്ങളുടെ അടുത്ത് എത്തിപ്പിക്കാനാണ് നമ്മുടെ ഒരു ലക്ഷ്യം, ഒരു ദൗത്യം. ഈ ജനാധിപത്യ സംവിധാനത്തിൽ, ഡെമോക്രസിയിൽ ജനങ്ങൾ വോട്ട് കൊടുക്കുന്ന 5 കൊല്ലത്തിൽ വോട്ട് കൊടുക്കും. ആ വോട്ട് എന്തിനാണ്, എന്ത് വിചാരിച്ചിട്ടാണ്, എന്ത് ചിന്തിച്ചിട്ടാണ് കൊടുക്കുന്നത്? അവരുടെ ജീവിതത്തിൽ ഈ പാർട്ടി വന്നാലോ, ഈ പാർട്ടിന്റെ ഒരു കാൻഡിഡേറ്റ് വന്നാലോ, ആ കാൻഡിഡേറ്റ് വന്നാൽ ജീവിതത്തിൽ കുറച്ചൊരു വ്യത്യാസം കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടാണ് അവർ വോട്ട് കൊടുക്കുന്നത്. ഈ പാർട്ടി വന്നാൽ ഇത് തരും, ഇത് ചെയ്യും, അല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റ് MLA അല്ലെങ്കിൽ MP ആയാൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇന്ന 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 കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഈ 3 പാർട്ടിന്റെ നമ്മുടെ പെർഫോമൻസ് നോക്കിയാൽ എന്താണ് നമ്മൾ കാണുന്നത്? നമുക്ക് നോക്കാം. കോൺഗ്രസ് എന്ന പാർട്ടി ജനങ്ങൾ അവരെ വിശ്വസിച്ച് 2004 10 കൊല്ലം ഭരിക്കാൻ ഒരു മാൻഡേറ്റ് കൊടുത്തു. 2004 അടൽ ബിഹാരി വാജ്പേയി 6 കൊല്ലം അധ്വാനിച്ച് ഇന്ത്യൻ ഇക്കോണമിനെ മുമ്പോട്ട് കൊണ്ടുപോയി നല്ല ശക്തമായ ഒരു ഇക്കോണമി ആക്കി വെച്ച് അദ്ദേഹത്തിനെ മാറ്റി കോൺഗ്രസ് പാർട്ടിക്ക് ഒരു മാൻഡേറ്റ് കിട്ടി. 10 കൊല്ലം ഭരിച്ചു. ആദ്യത്തെ 5 കൊല്ലം 2004 മുതൽ 2009 വരെ കോൺഗ്രസിന്റെ പിന്തുണ കൊടുക്കുന്ന പാർട്ടി ആരായിരുന്നു? CPM. അപ്പൊ കോൺഗ്രസ് CPMന് കിട്ടിയൊരു മാൻഡേറ്റ് 10 കൊല്ലം അവർ എന്താണ് ചെയ്തത്? ഇലക്ഷന്റെ സമയത്ത് വാഗ്ദാനം കൊടുത്തു, ഇത് ചെയ്യും, മറ്റേത് ചെയ്യും. 10 കൊല്ലം കഴിഞ്ഞിട്ട് 2014 ജനങ്ങൾ കണ്ടത് എന്താണ്? റെക്കോർഡ് തൊഴിലില്ലായ്മ, റെക്കോർഡ് വിലക്കയറ്റം, റെക്കോർഡ് അഴിമതി. ലോകത്തിന്റെ 5 ദുർബലമായ ഇക്കോണമിയിൽ നമ്പർ 1 ഇന്ത്യ. ടെററിസ്റ്റ് അറ്റാക്ക് വരുമ്പോൾ നമ്മുടെ സൈനികർക്കും ഒരു മോഡേൺ എക്വിപ്മെന്റ് കൊടുക്കാൻ കാശില്ലാത്തൊരു സ്ഥിതി. ഇതായത് 10 കൊല്ലം ജനങ്ങൾ വിശ്വസിച്ച് കൊടുത്ത മാൻഡേറ്റ് കിട്ടിക്കഴിഞ്ഞ് എന്താണ് കോൺഗ്രസ് ചെയ്തത്? ഇതാണ് അവർ റിപ്പോർട്ട് കാർഡ്. 2014 ജനങ്ങൾ മാറ്റം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു മാൻഡേറ്റ് കൊടുത്തു. ആർക്ക്? നമ്മുടെ നരേന്ദ്രമോദിജിക്ക്. അദ്ദേഹം 10 കൊല്ലം എന്ത് ചെയ്തു? അതേ മാൻഡേറ്റ്, അതേ ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു മാൻഡേറ്റ് അദ്ദേഹത്തിന് കിട്ടി. അപ്പൊ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യ കൈവരിച്ച വലിയ കുതിപ്പ് ലോകത്തിലെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന കുതിപ്പായിരുന്നു. നിങ്ങൾക്കറിയാം, എല്ലാ മലയാളിക്കും അറിയാം 10 കൊല്ലം ഇന്ത്യയിൽ വന്ന മാറ്റം. 5 ദുർബലമായ ഇക്കോണമിയിൽ നമ്പർ 1 ഉള്ള ഇന്ത്യ ഇന്ന് 4ാം നമ്പറിൽ, ലോകത്തിന്റെ ഏറ്റവും 4ാം നമ്പറിന്റെ ഇക്കോണമിയായി മാറി. ഇന്ത്യയിൽ UPA സമയത്ത് 98% മൊബൈൽ ഫോൺ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു സ്ഥിതിയായിരുന്നു 2004 മുതൽ 2014. ഇന്ന് അതേ ഇന്ത്യ, അതേ യുവാക്കൾ, അതേ പിന്നെ ടാലന്റഡ് വർക്കേഴ്സ് ഇന്ന് ഇന്ത്യയിൽ 1,20,000 കോടിയുടെ മെയ്ഡ് ഇൻ ഇന്ത്യ ഫോൺ ഇതേ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നു. അതാണ് മാറ്റം. ഇന്ന് നരേന്ദ്രമോദിജിയുടെ പദ്ധതികൾ 10 കൊല്ലം കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഗരീബി ഹട്ടാവോ ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞ ഒരു പഴയ സ്ലോഗൻ, 60 കൊല്ലമായിട്ട് നടത്തുന്ന സ്ലോഗൻ അവർ അന്നും പറഞ്ഞു. പക്ഷേ ചെയ്ത പണികളെല്ലാം ആരാണ് ചെയ്തത്? നരേന്ദ്രമോദിജി 2014 മുതൽ ഇന്ന് വരെ. റെക്കോർഡ് നിക്ഷേപം,
തൊഴിൽ ഉണ്ടാക്കുന്ന നിക്ഷേപം. ഇന്ന് ഇന്ത്യയിൽ ലോകത്തിൽ ഒരു ഒറ്റ കമ്പനി ഇല്ല ഇന്ത്യയിൽ ഇവിടെ ഉണ്ടാക്കിയ ഫാക്ടറി ഇവിടെ സെറ്റപ്പ് ചെയ്തു അല്ലെങ്കിൽ ഗ്ലോബൽ R&D സെറ്റപ്പ് ചെയ്യാത്ത ഒറ്റ ലോകത്തിൽ വലിയ കമ്പനി ഇല്ല. ഇതാണ് മാറ്റം. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വികസനം, കോൺഗ്രസ് പാർട്ടി മാൻഡേറ്റ് വികസനം എന്ന് പറഞ്ഞ് കിട്ടുന്നു, പക്ഷേ അവരൊന്നും ചെയ്യുന്നില്ല. അവർ ഇക്കോണമി തകർക്കുക ചെയ്യുന്നു. ഇന്നും കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശിൽ ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടി അവിടെ എന്താ നടക്കുന്നത്? കർണാടകന്റെ കോൺഗ്രസ് ഡെപ്യൂട്ടി മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങളുടെ കാശില്ല, ഡെവലപ്മെന്റിനെ പറ്റി സംസാരിക്കരുത്. കാശില്ല, ഡെവലപ്മെന്റ് ഞങ്ങൾ ചെയ്യാൻ കഴിവില്ല, അത് പറയുന്നു. അപ്പോ UDFും BJPന് വ്യത്യാസം വികസനത്തിൽ ഞാൻ സ്പഷ്ടമായി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലോ 2016 മുതൽ ഇന്ന് വരെ ജനങ്ങൾ ഭരിക്കാൻ ഒരു മാൻഡേറ്റ് കൊടുത്ത ആർക്കാ? LDFന്. അവരെന്താ ചെയ്ത് ഈ 10 കൊല്ലം? കടമില്ലാണ്ട് ഒരു ഇഞ്ച് പോവാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇവിടെ. ഒരു ആശാ വർക്കർ 100 രൂപ ശമ്പളം വർദ്ധിക്കുന്ന റിക്വസ്റ്റുകൾ ഒരു ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ കാശില്ല. KSRTC ജീവനക്കാർക്ക് കൊടുക്കാൻ കാശില്ല. ഗവൺമെന്റ് പെൻഷനേഴ്സിന്റെ പെൻഷൻ വരുന്നത് 5, 6, 7 മാസം കഴിഞ്ഞിട്ട്. ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം ഇവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ചെയ്തിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നു, അസംബ്ലിയിൽ പറയുന്നു, ആകെ ഇവിടെ നടന്നത് ഒരു നാഷണൽ ഹൈവേ ആണ്, അതും ചെയ്തത് നിതിൻ ഗഡ്കരിയും നരേന്ദ്രമോദിയാണ്. ആരാ പറയുന്നത്? ഇന്ത്യ അലയൻസിന്റെ മുസ്ലിം ലീഗായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അസംബ്ലിയിൽ പറഞ്ഞു. അപ്പൊ ഇത് മൂന്നാമത്തെ വികസനം. ജനങ്ങളെ പേടിപ്പിക്കുക, ഭീഷണിപ്പിക്കുക, പക്ഷേ വികസനം ഒന്നും ചെയ്യണ്ട. എന്നിട്ട് ചെയ്യുന്നത് എന്താ? നരേന്ദ്രമോദിജി അയക്കുന്ന പണവും നരേന്ദ്രമോദിജി അയക്കുന്ന പദ്ധതികളും അവരുടെ ഫോട്ടോ ഇട്ടിട്ട് ഇവിടെ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഇത് ഞങ്ങൾ കൊണ്ടുവരുന്ന പദ്ധതിയാണെന്ന് പറയാം. കഴിഞ്ഞൊരു 10 ദിവസം മുമ്പേ തിരുവനന്തപുരത്ത് മിഡ് ഡേ മീൽ സ്കീം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലോഞ്ച് ചെയ്യുന്നു. വലിയ പോസ്റ്റർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട ശിവൻകുട്ടിജി, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, മിഡ് ഡേ മീൽ സ്കീം. 4ാമത്തെ പേജിൽ ചെറിയൊരു ലോഗോ, PM പോഷൻ അഭിയാൻ. അതിന്റെ കാശും അതിന്റെ പിന്നെ കൊടുക്കുന്ന അന്നദാനം അതും എല്ലാം 70% വരുന്നത് നരേന്ദ്രമോദിജി. അപ്പൊ ഇവർ ചെയ്യുന്നത് എല്ലാം നരേന്ദ്രമോദിജി ചെയ്ത അവിടുന്ന് അയക്കുന്ന പദ്ധതികൾ റീബ്രാൻഡ് ചെയ്തിട്ട് ഇത് ഞങ്ങളുടെ ആണെന്ന് പറയാം. അപ്പൊ ഞാൻ ഇന്ന് ആരോ എന്നോട് പറഞ്ഞു, ലെഫ്റ്റ് 2-ാം തീയതി 3-ാം തീയതി ഒരു പുതിയ ക്യാമ്പയിൻ തുടങ്ങാൻ പോകുന്നുണ്ട്. 2026 ലോഡിംഗ് LDF തുടരും. ഇതാണ് അവരുടെ ക്യാമ്പയിൻ ടീം. അപ്പൊ എനിക്ക് ചോദിക്കാൻ ഒരാഗ്രഹം, എന്ത് തുടരും? ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങളും ഇനിയും തുടരും. കർഷകരുടെ വേതനവും പ്രശ്നങ്ങളും ഇനിയും തുടരും. ഈ തൊഴിലില്ലായ്മ ഇനിയും തുടരും. വിലക്കയറ്റം ഇനിയും തുടരും. അപ്പൊ എന്താണ് അവർ പറഞ്ഞത്? ഞാൻ 4-5 ദിവസം മുമ്പേ കേട്ടു അവർ ആഘോഷിക്കാൻ പോകുന്നതാണ്, 9 കൊല്ലം കഴിഞ്ഞു. എന്തിന്റെ ആഘോഷം? ജനങ്ങൾ ഇവിടുന്ന് ആഘോഷിക്കുന്നില്ലല്ലോ, അവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുന്നില്ലല്ലോ. പിന്നെ എന്താണ് ഇവര് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് ഈ വികസനത്തിന്റെ ഈ ഏരിയയിൽ, ഈ നരേറ്റീവില് ഒരു സംശയമില്ല. ഇന്ന്
ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ കഴിവുള്ള ഒരു പാർട്ടി, ചെയ്യാൻ ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അതാണ് BJP NDA. അതിൻ്റെ നേതാവാണ് നരേന്ദ്രമോദിജി. ഈ LDFും കോൺഗ്രസും ചെയ്യുന്നത് വാഗ്ദാനം, എന്നിട്ട് വഞ്ചിക്കുക, അത് മാത്രമേ അവർക്ക് കഴിവുള്ളൂ, അത് ചെയ്യുന്നുള്ളൂ. അതാ വികസനം. രണ്ടാമത്തെ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി. ഇത് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്? ഇത് നരേന്ദ്രമോദിജി 2014 മുതൽ അന്ന് തൊട്ട് ഇന്ന് വരെ പറയുന്നത് BJPന്റെ ഐഡിയോളജി, BJP NDAന്റെ ഐഡിയോളജിയാണ് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നത്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ മറ്റേ പാർട്ടികൾ എന്താ ചെയ്യുന്നത്? 4-5 ദിവസം മുമ്പേ ഞാനൊരു സുപ്രീം കോർട്ടിന്റെ പെറ്റീഷൻ വായിച്ചു. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പെറ്റീഷനാണ്. അതില് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറയുന്നത് എന്താ? ഞങ്ങൾ കേരളത്തിന്റെ മുസ്ലിംസിന് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുള്ളൂ. ശരി, അവർ സമ്മതിച്ചല്ലോ. അപ്പൊ മറ്റ് ജനങ്ങളില്ലേ, അവരെ പ്രശ്നങ്ങൾ ആരാ പരിഹരിക്കാൻ പോകുന്നു? കോൺഗ്രസ് അവർക്ക്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് അങ്ങനെ ഒരു വലിയ സീക്രറ്റ് ഒന്നുമല്ല. അവരുടെ സ്ട്രാറ്റജി വോട്ട് ബാങ്ക് സ്ട്രാറ്റജി. അതിന്റെ ഉദാഹരണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മുനമ്പം 610 ക്രിസ്ത്യൻ ഫാമിലീസിന്റെ 35 കൊല്ലമായിട്ട് പരിഹരിക്കാത്തൊരു പ്രശ്നം കോൺഗ്രസ് വഖഫ് ബിൽ കൊണ്ടുവരുമ്പോൾ, അതിന് പരിഹാരമായിട്ടൊരു വഖഫ് ബിൽ കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ് അതിന്റെ എഗെയിൻസ്റ്റ് വോട്ട് ചെയ്തു. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇത് 610 വോട്ടല്ലേ, ഞങ്ങൾക്ക് വേറെ വോട്ട് ബാങ്ക് ഇല്ലേ? അപ്പൊ അവരുടെ ഒരു രാഷ്ട്രീയം വോട്ട് ബാങ്ക് രാഷ്ട്രീയം. അവർ പ്രവർത്തിക്കുന്നത് വോട്ട് ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കാം. പിന്നെ ലെഫ്റ്റ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അവരും ഒരു സെലക്റ്റീവ് പ്രവർത്തനത്തിന്റെ പാർട്ടിയാണ്. അപ്പോൾ ഇന്ന് ഇന്ത്യയിൽ, കേരളത്തിൽ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് BJP NDA ആണ്. ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇവരാണ് പറയുന്നത് ഞങ്ങൾ വർഗീയവാദി പാർട്ടിയാണ്, ഞങ്ങളാണ് ഒരു സമുദായം, ഒരു മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി. അതാണ് നുണ. സത്യം BJP NDA ആണ് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി. ഈ കോൺഗ്രസും ഈ ലെഫ്റ്റും മറ്റേ റീജിയണൽ പാർട്ടീസും അവരാണ് ശരിക്കും വർഗീയവാദി, വോട്ട് ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി. ഇത് രണ്ടാമത്തെ സത്യം. മൂന്നാമത്തെ കാര്യം, ഇതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആവും ഈ ഇലക്ഷനിൽ, അഴിമതി. പണ്ട് കാലത്ത് ഞാൻ കുറച്ചെല്ലാം പൊളിറ്റിക്കൽ ഹിസ്റ്ററി എല്ലാം വായിച്ച് മനസ്സിലാക്കുന്ന ആളാണ്. പണ്ട് കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ അഴിമതി, ലെഫ്റ്റ് എന്ന് പറഞ്ഞ ആക്രമണം, ഇതായിരുന്നു ഒരു വ്യത്യാസം. ഇന്ന് എന്താ വ്യത്യാസം? രണ്ട് പാർട്ടിയും അഴിമതിന്റെ ചാമ്പ്യനാണ്. ഇന്നലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, ഇതൊരു ചെറിയൊരു ഡിപ്പാർട്ട്മെന്റ് ഒന്നല്ല, ഇത് ഇക്കണോമിക് ഫ്രോഡ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു CBI തരം ഒരു ഓർഗനൈസേഷനാണ്. അവര് റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നു, കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നു, പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് ഡിസ്ട്രിക്ട് കോർട്ടിൽ. എന്തായാലും പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ മകള് കമ്പനിയിൽ കാശ് ഒന്നും ചെയ്യാണ്ട്, മണി റിസീവ്ഡ് ഫോർ നോ സർവീസസ് റെൻഡേർഡ്, ഒന്നും ചെയ്യാണ്ട് ആ കമ്പനിയിൽ കാശ് വരുന്നു. എവിടുന്നാ വരുന്നത്? ഒരു കമ്പനി CMRL, ആ കമ്പനിയിൽ ഷെയർ ഹോൾഡർ ആരാണ്? സംസ്ഥാന സർക്കാർ. അപ്പോ ഈ അഴിമതിയുടെ ഡിപ്പാർട്ട്മെന്റിലും ഒരു വ്യത്യാസമില്ല, വികസനത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു വ്യത്യാസമില്ല. പീഡ രാഷ്ട്രീയവും വോട്ട് ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കുന്ന
ഡിപ്പാർട്ട്മെന്റിലും ഒരു വ്യത്യാസമില്ല. വ്യത്യാസം ഉണ്ടെങ്കിൽ അത് BJP NDA ആണ് ശരിക്കും വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി, എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി, അഴിമതി ഇല്ലാത്ത ഗവർണൻസ് ചെയ്യുന്ന പാർട്ടി. കഴിഞ്ഞ 11 കൊല്ലം നരേന്ദ്രമോദിജി ഭരിക്കുന്ന സർക്കാർ ഒറ്റ കേസ് അഴിമതി ഉണ്ടായിട്ടില്ല. അതാണ് വ്യത്യാസം. അപ്പൊ ഞാൻ ഇത് 3 കാര്യങ്ങൾ പറഞ്ഞത് എന്തിന് ആണ് ചോദിച്ചാൽ, ഇതാണ് നമ്മുടെ നരേറ്റീവ്. ലോക്കൽ ബോഡി ഇലക്ഷൻ ആണോ അസംബ്ലി ഇലക്ഷൻ ആണോ, ജനങ്ങൾ മുന്നിൽ ഈ സത്യം നമ്മൾ ഒരു വീട് കയറി ഇത് പറയണം. ഇതാണ് വ്യത്യാസം. ഇന്ന് നമ്മുടെ നാട്ടിൽ വികസനവും പുരോഗതിയും തൊഴിലും നിക്ഷേപം എല്ലാം കൊണ്ടുവരാൻ ഒരു താല്പര്യം മാത്രമല്ല, ഒരു കഴിവുള്ള പാർട്ടി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് BJP ആണ്, NDA ആണ്. അത് നരേന്ദ്രമോദിജിന്റെ BJP NDA ആണ്. ഇത് എൻ്റെ ഈ ഇനോഗ്രൽ പ്രസംഗം കഴിഞ്ഞിട്ട് അടുത്ത സെഷനിൽ അഡ്വക്കേറ്റ് സുരേഷ് മുമ്പോട്ട് അടുത്ത 6 മാസം എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് മുമ്പോട്ട് വയ്ക്കും. അപ്പോ ഈ മാറ്റം കൊണ്ടുവരാൻ ആണ് നമ്മുടെ ദൗത്യം. എന്നാൽ നമുക്ക് അധികാരത്തിൽ വരാനാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്നാൽ നമുക്ക് എല്ലാവർക്കും അധികാരത്തിൽ വന്ന് മാറ്റം കൊണ്ടുവരാൻ ആണ് അധ്വാനിക്കാൻ പോകുന്നതെന്നാൽ ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ അഡ്വക്കേറ്റ് സുരേഷ് മുമ്പോട്ട് വയ്ക്കും. എനിക്ക് ഒരു സംശയമില്ല, നമ്മുടെ നാട്ടിൽ ജനങ്ങളൊരു പുതിയ രാഷ്ട്രീയ കൾച്ചർ ആണ് അവർക്ക് വേണ്ടത്. അവർക്ക് മാറ്റം വേണം. ഇതുവരെ അവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, ശരിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. LDF കോൺഗ്രസ് അല്ലാണ്ട് NDA ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഈ ക്ലാരിറ്റി, ഈ വികസനം, 10 കൊല്ലത്തിന്റെ വികസനവും നമ്മുടെ ഐഡിയോളജി, എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഐഡിയോളജി, അഴിമതി ഇല്ലാതെ ഗവർണൻസ് ചെയ്യുന്ന ഒരു ട്രാക്ക് റെക്കോർഡ് അവർക്ക് മനസ്സിലായിട്ടില്ല. അതും നമുക്ക് പറയണം, എല്ലാവരുടെ അടുത്ത് അത് എത്തിപ്പിക്കണം. ഇത് ചെയ്താൽ എനിക്കൊരു സംശയമില്ല, ഇവിടെ മാറ്റം വരും. മാറ്റം മാറ്റം കൊണ്ടുവരാൻ നമുക്ക് അധികാരത്തിൽ വരണം. പണ്ട് കാലത്തെല്ലാം നമ്മളെ മത്സരിക്കാനായിരുന്നു. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പാണോ അസംബ്ലി തെരഞ്ഞെടുപ്പാണോ, നമ്മൾ മത്സരിക്കാൻ പോകുന്നത് ജയിക്കാനായിരുന്നു. ജയിച്ചാൽ മാത്രമേ നമുക്ക് ഈ മാറ്റം കൊണ്ടുവരാൻ പറ്റൂ. നമുക്ക് മാത്രമേ, BJP NDA മാത്രമേ ഈ മാറ്റം കൊണ്ടുവരാൻ പറ്റൂ. ജനങ്ങൾക്ക് അറിയാതെ. അപ്പോൾ അധ്വാനിക്കണം. വരുന്ന 5-6 മാസം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അധ്വാനിച്ചാൽ, ആ വീഡിയോയിൽ പറഞ്ഞ മതി, നിരന്തര പരിശ്രമം അത് ചെയ്താൽ ഈ മെസ്സേജ് വീടായിട്ട് ഈ മെസ്സേജ് എത്തിപ്പിച്ചാൽ നമുക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നല്ല സക്സസ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അവസാനത്തിൽ എൻ്റെ ഒരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഈ ചുമതല കിട്ടിയിട്ട് ഒരു മാസം 3 ദിവസമായി, ഒരു മാസം 5 ദിവസമായിരുന്നു. അപ്പോൾ 35 ദിവസം. ഞാൻ ചുമതലയേറ്റപ്പോൾ ഞാൻ ചിന്തിച്ചും വിചാരിച്ചിട്ടും അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു, ഞാൻ ഇവിടെ വന്നത് നേതാവാവനല്ല. ഇവിടെ വന്നത് നമ്മുടെ വികസിത കേരളത്തിന് വേണ്ടി, ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും നേതാവാക്കാനാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഒരു സംശയമില്ല, ഈ ഇരിക്കുന്ന ടീമിൽ എത്രയോ പ്രവർത്തകര് മുമ്പോട്ട് പോയി സക്സസ്ഫുള്ളായി നേതാവ് ആവും. അതിനു വേണ്ടി അധ്വാനിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഒരൊറ്റ റിക്വസ്റ്റ് ആണ്, ഈ വരുന്ന 6 മാസം 100% അധ്വാനിക്കുക. താങ്കൾ 100% അധ്വാനിച്ചാൽ ഞാൻ 100% അധ്വാനിക്കാൻ തയ്യാറാണ്. നമുക്ക് അധ്വാനിക്കണം, നമുക്ക് മുമ്പോട്ട് പോകണം.
നമ്മുടെ നാട്ടിൽ മാറ്റം കൊണ്ടുവരണം. BJP NDA അധികാരത്തിൽ വരണം. മാറാത്തത് ഇനി മാറണം എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്. ഭാരത് മാതാ കി. ഭാരത് മാതാ കി. അടുത്ത ചടങ്ങ് ഒരു ആദരിക്കൽ ചടങ്ങാണ്. അഡ്വക്കേറ്റ് പി മോഹൻദാസ്.